عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം സാധ്യമാക്കുകയും സ്വർഗപ്രവേശനം നേടിയെടുക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരത്തിൻ്റെ ഷർത്തുകളെ സംബന്ധിച്ചിടത്തോളമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൻ്റെ 9 ഷർത്തുകളിൽ 7 ഷർത്തുകളെക്കുറിച്ച് നാം ഇതുവരെയും വിശദീകരിച്ചു. 8ാമത്തേത് സത്റുൽ ഔറ എന്നതാണ്. ഔറത്ത് മറക്കുക എന്നതാണ് 8ാമത്തെ ഷർത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, വസ്ത്രധാരണത്തിന് ഏറെ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം എന്നത്. പ്രാധാന്യം നൽകി എന്നത് മാത്രമല്ല, ആ രംഗത്ത് കൃത്യമായ നിയമനിർമ്മാണം നടത്തുകയും സ്ത്രീക്കും പുരുഷനും ഏത് തരത്തിലുള്ള എന്തെല്ലാം മറയുന്ന വസ്ത്രമായിരിക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും അത് നിയമമാക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് ഇസ്ലാം നൽകുന്ന പ്രാധാന്യവും ജാഗ്രതയും നിയമങ്ങളിൽ ഉള്ള കണിശതയും നമുക്ക് ബോധ്യമാണ്. വിശുദ്ധ ഖുർആൻ 7ാം അധ്യായം സൂറ അൽ അഅറാഫിലെ 26ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, അല്ലയോ മനുഷ്യരെ എന്നതാണ് ആ അഭിസംബോധനയുടെ സാരം. ഖദ് അൻസൽന അലൈക്കും ലിബാസൻ, നാം നിങ്ങൾക്ക് വസ്ത്രത്തെ ഇറക്കി തന്നിരിക്കുന്നു. ഖദ് അൻസൽന, നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു, ലിബാസൻ വസ്ത്രത്തെ, യുവാരി സൗആത്തിക്കും, അതെന്തിനുള്ളതാണ്? നിങ്ങളുടെ നഗ്നതകളെ മറക്കുവാൻ വേണ്ടിയുള്ളതാണ്. വരീഷൻ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അലങ്കാരവും ആയിക്കൊണ്ടാണ് നിങ്ങൾക്ക് നാം വസ്ത്രത്തെ ഇറക്കി തന്നിരിക്കുന്നത്. വസ്ത്രം എന്ന അനുഗ്രഹം നൽകിയതിൻ്റെ കാരണമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് രണ്ടെണ്ണമാണ്.
ഒന്ന് നിങ്ങൾക്ക് അലങ്കാരമായിക്കൊണ്ടും മറ്റൊന്ന് നിങ്ങളുടെ നഗ്നത മറക്കാനും വേണ്ടിയാണ് എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകൾ അവതരിപ്പിക്കുന്ന ഘട്ടങ്ങളിൽ ആ സമുദായത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി കടന്നു വന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട രംഗങ്ങളിലുള്ള അവരുടെ നിലപാടുകൾ എന്ന് പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ആരാധനാ സമയങ്ങളിൽ വസ്ത്രം ധരിക്കുന്നത് ഭക്തിക്ക് വിരുദ്ധമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. അത് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ തവാഫ് ചെയ്യുന്ന സമയത്തും മറ്റ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അവർ പൂർണ്ണ നഗ്നരായിക്കൊണ്ടാണ് ആരാധനാ കർമ്മങ്ങളെ സമീപിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ അവർ വിചാരിച്ചിരുന്നത് തങ്ങൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രം, തങ്ങളുടെ ശരീരത്തിലുള്ള വസ്ത്രം തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അത് തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഒരു മോശമായി, അല്ലെങ്കിൽ അത് ഇല്ലാതെ റബ്ബിനെ കാണുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന നിലപാടും വിശ്വാസവും വെച്ച് പുലർത്തിയിരുന്ന ആളുകളായിരുന്നു അവർ. തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് തങ്ങളുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ സൃഷ്ടിക്കുന്ന സമയത്ത് ആ ഏത് ഫിത്രത്തിലാണോ ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ തന്നെ തവാഫ് പുരുഷന്മാർ പകലിലും സ്ത്രീകൾ രാത്രിയിലുമായിരുന്നു ചെയ്തിരുന്നത് എന്നുവരെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 31-ാമത്തെ വചനത്തിൽ പറഞ്ഞു. ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്, യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ നിങ്ങളുടെ എല്ലാ അലങ്കാരങ്ങളെയും നിങ്ങളുടെ സുജൂദ് ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കണം. അഥവാ നമസ്കാരത്തിൻ്റെ വേളകളിൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് അലങ്കാരമായി തന്ന വസ്ത്രം ധരിച്ചു വേണം ആ വസ്ത്രം കൊണ്ട് നിങ്ങൾ നിർവഹിക്കേണ്ടുന്ന നഗ്നത മറക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ബാധ്യത പൂർത്തിയാക്കിയതിന് ശേഷം വേണം നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാധനാ കർമ്മങ്ങളെ സമീപിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ രംഗത്ത് ഇസ്ലാമിൻ്റെ നിലപാട്, നിയമം കൃത്യമായി പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഔറത്ത് മറക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. അത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഒന്നാണ്. പൂർണ്ണമായും ഔറത്ത് മറക്കാത്ത ആളുകളുടെ നമസ്കാരം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഔറത്ത് എന്താണ് എന്ന് നാം വേർതിരിച്ച് അറിയേണ്ടതുണ്ട്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ഔറത്ത് വ്യത്യസ്തമാണ്. അവർ മറച്ചിരിക്കേണ്ട ഭാഗങ്ങൾ വ്യത്യസ്തമാണ്. പുരുഷൻ്റെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗമാണ്. പുരുഷൻ നിർബന്ധമായും മറക്കേണ്ടുന്ന ഭാഗം എന്നത് മുട്ടുപൊക്കിളിന് ഇടയിലുള്ളതാണ്. അപ്പോൾ മുട്ടും അവൻ്റെ പൊക്കിളും ഉൾപ്പെടുന്ന ഭാഗം അത് മുഴുവൻ മറച്ചു വേണം പുരുഷൻ നമസ്കരിക്കാൻ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന ആളുകളോടായി പറഞ്ഞത്, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ പിരടി മറച്ചുകൊണ്ട് വേണം നമസ്കരിക്കാൻ. പണ്ഡിതന്മാർ പറഞ്ഞത് മുട്ടുപൊക്കിളിനിടയിലുള്ള ഔറത്ത് മറക്കുക എന്ന് പറയുന്നത് ഷർത്താണ്, എന്നാൽ പിരടി മറക്കുക എന്ന് പറയുന്നത് വാജിബാണ് എന്നാണ്. വാജിബായ കാര്യമാണ് പിരടി അഥവാ ചുമല് മറക്കുക എന്ന് പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുസല്ലി അഹദുക്കും ഫി സൗബിൽ വാഹിദ് ലൈസ അലാ ആതിഖിഹി മിൻഹു ഷൈഉൻ. ലാ യുസല്ലി അഹദുക്കും, നിങ്ങളിൽ ഒരാളും നമസ്കരിക്കാൻ പാടില്ല, ഫി സൗബിൻ വാഹിദ്, ഒരൊറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഒരൊറ്റ വസ്ത്രം ധരിച്ച് നിങ്ങൾ നമസ്കരിക്കരുത്.
ലൈസ അലാ ആതിഖിഹി മിൻഹു ഷൈഉൻ, നിങ്ങളുടെ പിരടിയിൽ ഒന്നും ഇല്ലാതെ, നിങ്ങളുടെ ചുമല് മറക്കാതെ ഒരൊറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യരുത്? നമസ്കരിക്കരുത്. ഔറത്ത് എത്രയേ ഉള്ളൂ? മുട്ടുപൊക്കിളിനിടയിലുള്ളതേ ഉള്ളൂ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാജിബായി അല്ലെങ്കിൽ ഒരു മര്യാദയായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ പിരടി മറക്കാതെ നമസ്കരിക്കരുത് എന്നാണ്. അപ്പോൾ 2 വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദയുടെ ഭാഗം എന്ന് മനസ്സിലാക്കുക. എന്നാൽ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അവർക്ക് 2 വസ്ത്രം ഒരേ സമയം ഉടുക്കാൻ ഉള്ള ആളുകൾ വളരെ കുറവായിരുന്നു. എന്നാൽ അവരോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സല്ല ഫീ സൗബിൻ വാഹിദ്, ഇനി ദാരിദ്ര്യം കൊണ്ട് ഒരാൾക്ക് ഒരൊറ്റ വസ്ത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക നമസ്കരിക്കാൻ. അപ്പോൾ അവൻ എന്തു ചെയ്യണം? ഫൽ യുഖാലിഫ് ബൈന ത്വർഫൈഹി, അവൻ ആ വസ്ത്രത്തിൻ്റെ 2 അറ്റങ്ങളെ എതിരായി ധരിക്കണം. എന്ന് പറഞ്ഞാൽ ആ 2 വസ്ത്രങ്ങളുടെ അറ്റങ്ങളെ കഴുത്തിൽ നിന്ന് എതിരായി കെട്ടി അവൻ്റെ ചുമരിലേക്ക് കെട്ടിയതിന് ശേഷം അവൻ്റെ മുട്ട് പൊക്കിളുകൾ മറയുന്ന രൂപത്തിൽ താഴത്തേക്ക് ഇറക്കിയിട്ടതിന് ശേഷം വേണം നമസ്കരിക്കാൻ. അപ്പോൾ ഒരു വസ്ത്രം മാത്രം ധരിക്കാൻ വകുപ്പുള്ള, അത്രമാത്രം കഴിവുള്ള ആളുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോടായി പറഞ്ഞു, പുരുഷന്മാർ റുക്കൂയിൽ നിന്ന് അല്ലെങ്കിൽ സുജൂദിൽ നിന്ന് ഉയരുന്നത് വരേക്കും നിങ്ങൾ സുജൂദിൽ നിന്ന് ഉയരരുത്, എഴുന്നേൽക്കരുത്. കാരണം മുന്നിലുള്ള പല പുരുഷന്മാരും ഈ രൂപത്തിൽ ഒരൊറ്റ വസ്ത്രം മാത്രം ഉടുത്ത് അത് പിരടിയിലേക്ക് കെട്ടി നമസ്കരിക്കുന്ന ആളുകളാണ്. അവരുടെ ഔറത്തുകൾ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ രൂപത്തിൽ പുരുഷന്മാർ എഴുന്നേറ്റതിന് ശേഷം മാത്രം നിങ്ങൾ സുജൂദിൽ നിന്ന് റുക്കൂയിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടു കൂടിയാണോ, എത്ര പ്രാധാന്യത്തോടു കൂടിയാണോ അത് പഠിപ്പിച്ചത്, അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് കണ്ടുവരുന്ന ചില കുട്ടികളിലെങ്കിലും കണ്ടുവരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് 2 വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, പക്ഷേ അവൻ്റെ കമീസ്, അവൻ്റെ ഷർട്ട് അവസാനിക്കുന്നിടത്തു നിന്നായിരിക്കും അവൻ്റെ പാൻറ് തുടങ്ങുക. കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഷർട്ട് എവിടെയാണോ അത് അവസാനിക്കുന്നത് അവിടെ നിന്നായിരിക്കും അവൻ്റെ പാൻറ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ റുക്കൂയിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ നഗ്നത വെളിവാകുന്നുണ്ട്, സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ നഗ്നത വെളിവാകുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്നത് നമസ്കാരത്തിൻ്റെ ഒരു ഷർത്തും, അതിലൂടെ അവന് നഷ്ടപ്പെട്ടു പോകുന്നത് അവൻ്റെ നമസ്കാരമാണ്. ഇത് പലപ്പോഴും അലങ്കാരത്തിൻ്റെയോ ട്രെൻഡിൻ്റെയോ ഒക്കെ പേരിൽ കുട്ടികൾ ധരിക്കുന്നതാണ്. അതുകൊണ്ട് 2 വസ്ത്രം ധരിക്കുക എന്നുള്ളതല്ല, ആ 2 വസ്ത്രം ധരിക്കുമ്പോഴും ഇനി ഒരു വസ്ത്രമാണ് ധരിക്കുന്നത് എങ്കിൽ പോലും അവൻ്റെ ഇസ്ലാം കൽപ്പിച്ച ഔറത്ത് മറഞ്ഞിരിക്കുക എന്നുള്ളതാണ് നിർബന്ധമായ കാര്യം. അതുകൊണ്ട് 2 വസ്ത്രം ധരിക്കുന്ന കുട്ടികൾ, ആൺകുട്ടികൾ, അവരുടെ ഷർട്ട് പലപ്പോഴും ഈ രൂപത്തിലാണ് കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് ഇറക്കമുള്ള വസ്ത്രം വേണം ധരിക്കാൻ. നമസ്കരിക്കാൻ വരുന്ന സമയത്ത് ഇറക്കമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം അവർ വരാൻ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി എത്ര വരെയാണ് ഒരു പുരുഷന് അവൻ്റെ വസ്ത്രം ധരിക്കാൻ കഴിയുന്നത്? എത്ര വരെ ആകാം അവൻ്റെ വസ്ത്രം? എത്ര വേണം? അതിൻ്റെ മിനിമം എത്ര വേണം എന്ന് പറഞ്ഞു. എന്നാൽ ഇനി എത്ര വരെ അവൻ്റെ വസ്ത്രം ആകാം? അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സലാസത്തുൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ. ലാ യുകല്ലിമുഹുമുല്ലാഹു, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല. അന്ത്യദിനത്തിൽ അള്ളാഹു 3 വിഭാഗം ആളുകളെ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്യുകയില്ല. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു തസ്കിയത്ത് നടത്തുകയോ ചെയ്യുകയില്ല, അവരെ തസ്കിയത്ത് ചെയ്യുകയും ചെയ്യില്ല റബ്ബ് സുബ്ഹാനഹു വ തആല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയും ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, ഖാൽ
അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ് ഖാബു വ ഖസിറു, പ്രവാചകരെ വല്ലാത്തൊരു നാശത്തിന്റെ നഷ്ടത്തിന്റെ ആളുകളാണല്ലോ അവര്, ആരാണ് ഈ 3 വിഭാഗം ആളുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണയാണ് ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞത്. അവരെ അള്ളാഹു നോക്കില്ല എന്നും അവരെ അള്ളാഹു സംസ്കരിക്കുകയില്ല എന്നും അവരുടെ പ്രാർത്ഥന കേൾക്കില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ആവർത്തിച്ചു പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ അൽ മുസ്ബിൽ, ഒന്നാമത്തെ ആള് വസ്ത്രം നിലത്ത് ഇഴച്ച് നടക്കുന്നവനാണ്. മുസ്ബിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രം നിലത്ത് ഇഴച്ച് നടക്കുന്നവൻ എന്നാണ്. വൽ മന്നാൻ, രണ്ടാമത്തത് ചെയ്ത നന്മ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു നടക്കുന്ന ആളാണ്. ഒരാളെ സാമ്പത്തികമായി സഹായിക്കുകയോ അല്ലെങ്കിൽ ഏത് രൂപത്തിലും ചെയ്തു കൊടുത്ത, മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്ത നന്മ വേറൊരാൾ കേൾക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആളാണ് അൽ മന്നാൻ. അവരെ അള്ളാഹു നോക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്യുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് വൽ മുൻഫിഖു സലഅതഹു ബിൽ ഖൽഫിൽ കാദിബ്, കളവ് പറഞ്ഞിട്ട് സ്വന്തം സാധനങ്ങൾ വിറ്റഴിച്ചവനാണ്. അഥവാ ഒരു സാധനത്തിന് ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സാധനത്തിന് ഇല്ലാത്ത പ്രത്യേകതകൾ പറഞ്ഞ് തൻ്റെ കച്ചവടച്ചരക്ക് വിറ്റഴിച്ചവൻ ആരോ അവനെ അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് നോക്കുകയില്ല എന്ന്. ആരുടെയും നോട്ടം കിട്ടിയിട്ട് കാര്യമില്ലാത്ത ഒരു നാളിൽ അള്ളാഹുവിൻ്റെ നോട്ടം മാത്രം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു നാളിൽ അള്ളാഹു നോക്കാത്ത 3 വിഭാഗം ആളുകളിൽ ഒന്ന് അൽ മുസ്ബിലാണ്, വസ്ത്രം നിലത്ത് ഇഴച്ച് നടക്കുന്നവനാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ സൗബഹു മിനൽ ഖുയല, അഹങ്കാരത്തോടു കൂടി വസ്ത്രം നിലത്തിഴച്ച് നടക്കുന്നവനെ അള്ളാഹു നോക്കുകയില്ല. ഇത് മറ്റൊരു ഹദീസാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എൻ്റെയും നിങ്ങളുടെയും വസ്ത്രം എവിടെയാണ് എന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ധരിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രം ഏത് രൂപത്തിലാണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോഴത്തെ കുട്ടികളുടെ വസ്ത്രം കണ്ടിട്ടില്ലേ? പാൻറ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത്യാവശ്യം വീതിയും വിസ്താരമൊക്കെ ആയിട്ടുണ്ട്. ആ ഇറുകി കിടക്കുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ആ കൃത്യമായി ശരീരത്തിൻ്റെ വടിവ് കാണുന്ന രൂപത്തിൽ നിന്ന് അവരുടെ വസ്ത്രത്തിൻ്റെ രൂപം മാറി അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന രൂപത്തിൽ വിശാലമായിട്ടുണ്ട് വസ്ത്രം. പക്ഷേ ആ പാൻറ്റിൻ്റെ നീളം താഴത്തേക്ക് വല്ലാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്ന, അഹങ്കാരത്തോടു കൂടി വസ്ത്രം ധരിച്ച് നടക്കുന്ന, അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യം ഉണ്ടാകും, ഇനി അഹങ്കാരത്തോടു കൂടി അല്ല ഞാൻ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് ഇങ്ങനെ വലിച്ചിഴച്ച് നടക്കുന്നത് എങ്കിലോ, എനിക്ക് അഹങ്കാരമൊന്നുമില്ല, പക്ഷെ എൻ്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഇയ്യാക വഇസ്ബാലുൽ ഇസാർ ഫഇന്ന ഇസ്ബാലഹു മിനൽ മഖീല, നീ വസ്ത്രം നിലത്തിഴച്ച് നടക്കുന്നതിനെ കരുതിക്കൊള്ളുക, അതിനെ നീ സൂക്ഷിക്കുക. ഫഇന്ന ഇസ്ബാലഹു മിനൽ മഖീല, അത് നിലത്തിഴച്ച് നടക്കുക എന്ന് പറയുന്നത് തന്നെ അഹങ്കാരമാണ്. എങ്ങനെ? എനിക്ക് അഹങ്കാരമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല നീ. കാരണം വസ്ത്രം നിലത്തിഴച്ച് നടക്കുക എന്ന് പറയുന്നത് തന്നെ മഖീലത്താണ്, അഹങ്കാരമാണ്. വ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മഖീല, തീർച്ചയായും അള്ളാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വസ്ത്രം നെരിയാണിക്ക് മുകളിൽ നിൽക്കണം. അതാണ് മുസ്ലിമായ ഒരു പുരുഷൻ്റെ വസ്ത്രത്തിൻ്റെ പരിധി റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് കാരണത്തിൻ്റെ പേരിൽ നമ്മൾ താഴ്ത്തിയിട്ടാലും അതുമൂലം നമുക്ക് നഷ്ടപ്പെടുന്നത് പരലോകത്ത് അള്ളാഹുവിൻ്റെ നോട്ടമാണ് എന്ന്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അത് ആവശ്യമില്ലാത്ത ആളുകളാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷവും നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുക എന്ന് പറയുന്നത്
അള്ളാഹുവിനോടുള്ള അഹങ്കാരത്തിൻ്റെ ഭാഗമായി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പുരുഷൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് നമസ്കാരത്തിൽ പുരുഷൻ മറച്ചിരിക്കേണ്ടത് മുട്ടുപൊക്കളിനിടയിൽ ആണ്. അവൻ്റെ പിരടി മറക്കുക എന്ന് പറയുന്നത് വാജിബായ കാര്യമാണ്. അത്രയും ഷർത്തായി മനസ്സിലാക്കുക. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഔറത്ത് എന്ന് പറയുന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കുക എന്നുള്ളതാണ്. മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും സ്ത്രീകൾ നമസ്കാരത്തിൽ മറച്ചിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു ഹായിലിൻ ഇല്ലാ ബിഖിമാരിൻ. പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല ഇല്ലാ ബിഖിമാരിൻ, ശിരോവസ്ത്രത്തിലല്ലാതെ. അഥവാ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കുന്ന വസ്ത്രം ധരിച്ചിട്ടല്ലാതെ ഒരു സ്ത്രീയുടെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നതാണ്. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമുക്ക് കൃത്യമായും ബോധ്യമുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ സ്ത്രീകളുടെ കാൽപാദം ഔറത്താണോ? അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകളുടെ കാൽപാദം ഔറത്താണോ എന്ന് ഇമാം അബൂ ഹനീഫ ഒഴികെയുള്ള, അഥവാ ഹനഫി മദ്ഹബ് ഒഴികെയുള്ള, ഹനഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ ഒഴികെയുള്ള 3 മദ്ഹബിൻ്റെ ഇമാമുമാരും ജുംഹൂറുൽ ഉലമാവും പറയുന്നത് സ്ത്രീകളുടെ കാൽപാദം ഔറത്താണ് എന്നാണ്. അതവർ നമസ്കാരത്തിൽ നിർബന്ധമായും മറക്കേണ്ടതാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇമാം അബൂ ഹനീഫക്ക് മാത്രമാണ് അതിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്. അദ്ദേഹം പറയുന്നത് മുഖവും മുൻകൈയും കാണാമെങ്കിൽ കാൽപാദം കാണുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അതിനെ ആ വീക്ഷണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരുടെ വസ്ത്രം നിലത്തിഴച്ച് നടക്കുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഫകൈഫ യസ്നഉ നിസാ ബിദുയൂലിഹിന്ന, പ്രവാചകരെ, പുരുഷന്മാരുടേത് ഇങ്ങനെ നിലത്തിഴച്ച് നടക്കാൻ പാടില്ല എങ്കിൽ സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്? അവർ അവരുടെ വസ്ത്രം നിലത്ത് ഇഴച്ച് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ വിധി എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യർഖീന ശിബ്റൻ, അവർ ഒരു മുഴം താഴത്തേക്ക്, ഒരു ചാൺ അവർ താഴത്തേക്ക് താഴ്ത്തിയിടട്ടെ, ഒരു ഷിബിർ, ഒരു ചാൺ അവർ താഴത്തേക്ക് താഴ്ത്തിയിടട്ടെ. ഫഖാലത്ത്, അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിച്ചു, ഇദൻ തൻകശിഫു അഖ്ദാമഹുന്ന, അങ്ങനെ അവർ താഴ്ത്തിയിട്ടാലും, ഒരു ചാണ് താഴ്ത്തിയിട്ടാലും അവരുടെ ഖദം അഥവാ അവരുടെ കാൽപാദങ്ങൾ വെളിവാകുന്നുണ്ടെങ്കിലോ നബിയെ? ഒരു ചാൺ താഴ്ത്തിയിട്ടു എന്നിട്ടും അവരുടെ കാൽപാദങ്ങൾ വെളിവാകുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഖാല തർഖീന ദിറാഅൻ, എങ്കിൽ അവർ ഒരു മുഴം താഴത്തേക്ക് താഴ്ത്തിയിടട്ടെ. എന്നിട്ടാണെങ്കിലും എന്തു ചെയ്യണം? അവർ അവരുടെ കാൽപാദങ്ങൾ മറക്കണം എന്നാണ് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ പർദ്ദ ധരിച്ച് നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കാൽപാദം മറയുന്ന രൂപത്തിലാണ് അവരുടെ വസ്ത്രമുള്ളത് എങ്കിൽ ആ വസ്ത്രത്തിൽ നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ അവരുടെ കാൽപാദം വെളിവാകുന്ന രൂപത്തിലാണ് എങ്കിൽ മറ്റൊരു വസ്ത്രം ഉപയോഗിച്ച് ആ കാൽപാദങ്ങൾ മറച്ചു വേണം അവർ നമസ്കരിക്കേണ്ടത്. അങ്ങനെ നമസ്കരിച്ചാൽ മാത്രമേ അവരുടെ നമസ്കാരം സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ. കാരണം സത്റുൽ ഔറത്ത് എന്ന് പറയുന്നത്, ഔറത്ത് മറക്കുക എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്. നമസ്കാരം സ്വീകാര്യയോഗ്യമാകാനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണ്. അത് സമ്പൂർണ്ണമായതിന് ശേഷം മാത്രമേ അവരുടെ നമസ്കാരം സ്വീകാര്യമാവുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇസ്ലാം വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് അതിനെ സമീപിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മൾ ആ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ഉദാസീനതയും ലാഘവ ബുദ്ധിയും എത്രത്തോളമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ സഹോദരിമാരും നമ്മുടെ പെൺമക്കളും ധരിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. ഈ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ ഞാൻ എങ്ങനെ ഈ വസ്ത്രം ധരിക്കും? ഇസ്ലാം പറഞ്ഞ
ഒരു സ്ത്രീയുടെ, ഒരു പുരുഷൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് ആ മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി കൂടിയാണ്. അത് മാറ്റിവെക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയാണ്, ഇസ്ലാം എന്ന ഐഡൻറ്റിറ്റിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നിരാകരിക്കുന്നത്, നമ്മൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നത് മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയെ ആണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. പലരും ആലോചിക്കുന്നത് ഈ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് ഞാൻ ഈ വസ്ത്രമൊക്കെ ധരിച്ച് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ ഈ വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവരുടെ ഭാഗമാകാതിരിക്കും. മക്കളുടെ വാശിക്ക് മുന്നിൽ പലപ്പോഴും മാതാപിതാക്കൾ നിന്നു കൊടുക്കാറുണ്ട് അവർക്ക് ഈ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ട്രെൻഡ് എന്ന പേരിൽ അല്ലെങ്കിൽ പുതിയ മോഡലുകൾ എന്ന പേരിൽ അവതരിപ്പിക്കുന്ന, സ്ത്രീകളെ കൊണ്ട് അണിയിപ്പിക്കുന്ന, പുരുഷന്മാരെ കൊണ്ട് ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളിൽ എല്ലാം ഇസ്ലാം വിരുദ്ധമല്ലാത്ത വസ്ത്രങ്ങൾ അല്ലാതെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. സ്ത്രീകളുടെ ഔറത്ത് കാണുന്നത്, എത്ര അധികം ഔറത്ത് കാണുന്നോ അത്ര അധികം വസ്ത്രത്തിന് വില ഏറുകയാണ് ചെയ്യുന്നത്. സാധാരണ മെറ്റീരിയൽ കൂടുതൽ ഉപയോഗിക്കുന്നതിന് വില കൂടുകയാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് എത്രയാണോ മെറ്റീരിയൽ കുറയുകയും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പുറത്തേക്ക് കാണുകയും ചെയ്യുന്നത് അത്രത്തോളം അതിന് വില വർദ്ധിക്കുന്ന കാഴ്ചയാണ്. എങ്കിലും അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എത്ര ആലോചിച്ചിട്ടും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബുദ്ധി അളക്കാനും മനസ്സിലാക്കാനും കഴിയാതെ പോകുന്നത്. നമ്മൾ അറിയേണ്ടത്, നമ്മുടെ നഗ്നത വെളിവാക്കുക എന്ന് പറയുന്നത് അത് എപ്പോഴും പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, പിശാച് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അത് ആദ്യകാലം മുതൽ തന്നെ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫ് 7-ാം അധ്യായം 27-ാമത്തെ വചനം, യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, അല്ലയോ മനുഷ്യരെ, ലാ യഫ്തിനന്നകുമു ശൈത്വാൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പിശാച് അവർക്കിടയിൽ ഫിത്തിന ഉണ്ടാക്കിയതുപോലെ, കുഴപ്പം ഉണ്ടാക്കിയതുപോലെ നിങ്ങളെ അവർ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. എന്താ അതിനു വേണ്ടി ചെയ്തത്? യൻസിഉ അൻഹുമാ ലിബാസഹുമ, അവരുടെ വസ്ത്രത്തെ അവരിൽ നിന്ന് പിശാച് മാറ്റിവെപ്പിച്ചു. ലിയുരിയഹുമാ സൗആതിഹിമ, അവരുടെ നഗ്നത വെളിവാകുന്നതിന് വേണ്ടി അവരുടെ വസ്ത്രത്തെ മാറ്റിവെച്ചു. അത്ര ചെയ്താൽ മതി, അത്രയും പണിയെടുത്താൽ മതി ഒരു വിശ്വാസിയെ അവന് സ്വർഗം നിഷിദ്ധമാകുന്ന രൂപത്തിലേക്ക് ഇടപെടാൻ. എന്തുകൊണ്ടാണ് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കണിശമായ നിലപാടും നിയമങ്ങളുമുള്ള ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്? ഈ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനവും അവൻ്റെ ശരീരവും സംരക്ഷിക്കാൻ കൃത്യമായ ഇടപെടലുകൾ ഇസ്ലാം നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്. കാരണം ആ നിയമങ്ങളിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പല അജണ്ടകളും നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, ഇസ്ലാം പറഞ്ഞ വസ്ത്രധാരണ രീതി നമ്മളും നമ്മുടെ മക്കളും സ്വീകരിക്കുക എന്നുള്ളത്, ആ പറഞ്ഞ നിയമത്തിൽ വരച്ചിട്ട വരക്കുള്ളിൽ നിൽക്കുക എന്ന് പറയുന്നത് മുസ്ലിമിൻ്റെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ 9-ാമത്തേതും അവസാനത്തേതും നിയ്യത്ത് എന്നതാണ്. ചില പണ്ഡിതന്മാർ നിയ്യത്തിനെ റുക്കിനുകളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. എന്നാൽ മറ്റു ചിലർ നിയ്യത്ത് നമസ്കാരത്തിൻ്റെ ഷർത്ത് എന്ന ഗണത്തിലാണ് എണ്ണിയിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നത്. നിയ്യത്ത് എന്നത് നമസ്കാരം സ്വീകാര്യയോഗ്യമാകാൻ, ഏതൊരു കർമ്മവും സ്വീകാര്യയോഗ്യമാകാൻ നിർബന്ധമുള്ള കാര്യമാണ് നിയ്യത്ത് എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുന്നത്. വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, ഓരോരുത്തരും എന്താണോ നിയ്യത്താക്കിയത് അതാണ് അവന് ലഭിക്കുക. ഫമൻ കാനത്ത് ഹിജ്റതഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതഹു ഇലല്ലാഹി വറസൂലി, ആരെങ്കിലും ഒരു ഹിജറ ചെയ്യുന്നത് അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മതം അനുസരിച്ച് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒരാൾ ഹിജറ ചെയ്യുന്നത് എങ്കിൽ ഫഹിജ്റതഹു ഇലല്ലാഹി വറസൂലി, എങ്കിൽ അവൻ്റെ ഹിജറ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്കുമാണ്. എന്നാൽ വമൻ കാനത്ത് ഹിജ്റതഹു ഇലാ ദുനിയ യുസീബുഹ അവ ഇംറഅതൻ യുൻകിഹുഹ, ഇനി ഒരാൾ ഹിജറ ചെയ്യുന്നത്, നാട് വിട്ടു പോകുന്നത്, പലായനം ചെയ്യുന്നത് ഒരു ദുനിയാവ് കാണണം, ആസ്വദിക്കണം, അവ ഇംറഅതൻ യുൻകിഹുഹ, അതല്ല ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ വിവാഹം ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഹിജറ ചെയ്യുന്നത് എങ്കിൽ ഫഹിജ്റതഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിനു വേണ്ടിയാണോ ഹിജറ ചെയ്തത് അതവന് ലഭിക്കും. അതല്ലാതെ ഹിജറ ചെയ്തതിൻ്റെ കൂലി അവനെ മുഹാജിറായി പരിഗണിച്ച് അതിനനുസരിച്ചുള്ള പ്രതിഫലം അവന് ലഭിക്കുകയില്ല. അതുകൊണ്ട് നിയ്യത്ത് എന്ന് പറയുന്നത്, നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്നത്. നമുക്ക് നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ വുളു ചെയ്യുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ ഒരാൾ നമ്മുടെ വുളുവിൻ്റെ ക്രമത്തിൽ കൈകാലുകൾ കഴുകുന്നു എന്ന് വിചാരിക്കുക. വുളുവിൻ്റെ ക്രമത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും അതേ ക്രമത്തിൽ എണ്ണങ്ങൾ ഒന്നും വ്യത്യാസമില്ലാതെ കൃത്യമായി ചെയ്യുന്നു. അയാളുടെ ആ കർമ്മം വുളു ആയി പരിഗണിക്കും? ഇല്ല. എപ്പോഴേ അത് വുളു ആയി പരിഗണിച്ച് അതിന് പ്രതിഫലം നൽകുകയുള്ളൂ? അയാൾ വുളു ചെയ്യുന്നതിന് മുൻപ് നിയ്യത്തോടു കൂടിയാണ് അതിനെ സമീപിക്കുന്നത് എങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാനിത് നമസ്കരിക്കുന്നതിന് വേണ്ടി ചെറിയ അശുദ്ധിയിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ ഈ കർമ്മം ചെയ്യുന്നത് എങ്കിൽ മാത്രമാണ്. നമ്മുടെ കൂട്ടത്തിൽ രാവ് മുതൽ പകൽ മുതൽ രാത്രി വരെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. അവരുടെ എല്ലാം നോമ്പായിട്ട് പരിഗണിച്ച് റയ്യാൻ എന്ന കവാടം തുറന്നിട്ട് കൊടുക്കുമോ? ഇല്ലല്ലോ. എങ്ങനെയുള്ള ആളുകളുടേത് മാത്രമാണ് നോമ്പായി പരിഗണിക്കുക? ഇത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന ഉദ്ദേശത്തോടു കൂടി പകലിൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്ന ആളുകളുടേത് മാത്രമാണ് നോമ്പായി പരിഗണിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തെ അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടിത്തരുന്ന ആരാധനാ കർമ്മമാക്കി മാറ്റുന്ന ഒന്നാണ് നിയ്യത്ത് എന്നുള്ളത്. അതുകൊണ്ട് നിയ്യത്ത് ഇല്ലാത്ത ഒരു കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതോടൊപ്പം തന്നെ നിയ്യത്ത് എപ്പോഴും അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആളുകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഇവൻ നല്ല ആരാധനാ കർമ്മങ്ങൾ ഉള്ള, ഇവൻ നല്ല നമസ്കാരക്കാരനാണ്, ഇവൻ നല്ല നോമ്പുകാരനാണ്, ഇവൻ നല്ല സ്വതക്ക കൊടുക്കുന്ന ധർമ്മിഷ്ഠനാണ് എന്ന് ആളുകൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ, അതാണ് നമ്മുടെ മനസ്സിലിരിപ്പ് എങ്കിൽ അതാണ് റബ്ബ് പരിഗണിക്കുക. എന്നാൽ അതേസമയം നമ്മളെക്കാൾ കുറച്ച് ദാനധർമ്മം ചെയ്യുന്ന ആൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിച്ച് ഇരട്ടിയാക്കി അവന് കൊടുക്കുകയും ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിയ്യത്ത് കൃത്യമാക്കണം. ഇനി അതിൽ സംശയം വരാനുള്ള ഒരു മേഖല എന്ന് പറയുന്നത് നിയ്യത്ത് പറയേണ്ടതുണ്ടോ എന്നാണ്. നാവ് കൊണ്ട് നിയ്യത്ത് ഉച്ചരിക്കേണ്ടതുണ്ടോ? നിയ്യത്തെന്ന് പറയുന്ന ആ വാക്കിനെ പഠിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ആശയം മനസ്സിലാകും. നവ, എൻവി എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നിയ്യത്ത് ഉണ്ടായിട്ടുള്ളത്. നവ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നവൈത്തു സൗമഗദിൻ എന്നൊക്കെ പറഞ്ഞ നോമ്പിന് നിയ്യത്ത് ഇങ്ങനെ പറഞ്ഞ് വെപ്പിക്കുന്നത്. എന്നാൽ നവ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശം എന്നാണ്. അപ്പോൾ ഉദ്ദേശിക്കുക എന്നാണ്, ഉദ്ദേശം എന്നാണ് നിയ്യത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുക എന്നതാണ്, അത് ചൊല്ലിപ്പറയുക എന്നുള്ളതല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന
ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹം നിയ്യത്തിന് വിശദീകരിക്കുന്നതായി കാണാം. അന്നിയ്യതു ഹിയ അൽ ഖസ്ദു അലാ ഷൈഇൻ വ അസീമതു അലാ ഫിഅലിഹി. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയോ ചെയ്യുന്നതിനെയാണ് നിയ്യത്ത് എന്ന് പറയാം, പറയുക എന്നുള്ളതിനെയല്ല. ഇനി ഇതേ കാര്യം തന്നെ സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നിയ്യത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം. വലം യഖൂൽ, അദ്ദേഹം വുളൂഇനെ സംബന്ധിച്ചിടത്തോളം വുളൂഇന്റെ നിയ്യത്തിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം. വലം യഖൂൽ ഫി അവ്വലിഹി നവൈതു റഫ് അൽ ഹദസ്. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറില്ലായിരുന്നു, വുളൂഇന്റെ തുടക്കത്തിൽ നബി പറയാറില്ലായിരുന്നു നവൈതു റഫ് അൽ ഹദസ്, ഞാൻ ചെറിയ അശുദ്ധി ഉയർത്തപ്പെടുന്നതിന് വേണ്ടി, അതിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടി ഞാനിതാ നിയ്യത്ത് വെച്ചിരിക്കുന്നു എന്ന് നബി പറയാറില്ലായിരുന്നു. വൽ ഇസ്തിബാഹത്തി സ്വല, നമസ്കാരം ഹലാലാക്കുന്നതിന് വേണ്ടി ഞാനിതാ വുളു ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറില്ലായിരുന്നു. ലാ ഹുവ വലാ അഹദും മിൻ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല നബിയുടെ സഹാബിമാരിൽ ഒരാളും പറയാറില്ലായിരുന്നു. വലം യുർവ അൻഹു ഫീ ദാലിക ഹർഫുൻ വാഹിദ്, ഒരൊറ്റ അക്ഷരം ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയ്യത്ത് ചൊല്ലിപ്പറഞ്ഞതിന്, ആ ചൊല്ലിപ്പറയൽ നിർബന്ധമാണ് എന്നുള്ളതിന് ഒരൊറ്റ ഹർഫ് പോലും, ഒരക്ഷരം പോലും ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണുന്നില്ല എന്ന് പറയുന്നത് സാദുൽ മആദിൻ്റെ ഗ്രന്ഥകർത്താവ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതുകൊണ്ട് നിയ്യത്ത് മനസ്സിൽ കരുതുകയാണ് വേണ്ടത്, അത് ഉദ്ദേശിക്കുകയാണ് വേണ്ടത്, ലക്ഷ്യം വെക്കുകയാണ് വേണ്ടത്, അത് നാവ് കൊണ്ട് പറയേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നമസ്കാരത്തിലും നിയ്യത്ത് തൻ്റെ സ്വഹാബിമാർക്ക് അതിൻ്റെ വാക്കുകൾ നബി പറയുകയോ ഇങ്ങനെ പറയണം എന്ന് സ്വഹാബിമാരെ പഠിപ്പിക്കുകയോ ചെയ്തതായി സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസുകളും വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അന്നിയ്യത്തു മഹല്ലുഹ അൽ ഖൽബ്, നിയ്യത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയമാണ്. ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. നാവ് കൊണ്ട് പറയുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കാനും തീരുമാനിക്കാനുമാണ് കഴിയുക. അതുകൊണ്ട് നിയ്യത്തിൻ്റെ സ്ഥാനം എന്നത് ഖൽബാണ്. അവിടെ ആ ഉദ്ദേശത്തോടു കൂടി, നല്ല ഉദ്ദേശത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് റബ്ബ് സ്വീകരിക്കുക എന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിൽ നല്ല നിയ്യത്തോടു കൂടി കർമ്മങ്ങളെ സമീപിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.